വെൽക്കം. ഹലോ. ആ അണ്ണാ എവിടെ പോണ? എല്ലാരും മുതുക്കിലല്ലേ അപ്പൊ പിക്ക് ചെയ്യാൻ കത്തിയാണ്ട് വണ്ടിയൊന്നും കാണാനില്ല. എന്തൊരു ഉത്തരവാദിത്തമുള്ള ഫുണ്ടച്ചി. സെക്യൂരിറ്റി അപ്രൂവ് ചെയ്തേട്ടാ വെളിയിൽ ഇറങ്ങാൻ. അതെ അതെ ഒരു ദിവസം ഞാൻ കയറി നീ എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഹലോ 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 പേരെന്താ? ഒരു മിനിറ്റ്. അയ്യോ അയ്യോ അണ്ണ പറയണ്ടേ. അയ്യോ അടക്കം പോയി. ഹലോ കില്ലാടി. പിന്നെ ഞാൻ വിളിച്ച് കപ്പിപ്പോയി. വണ്ടി എടുക്കാൻ കാശില്ല. 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ വേണോ നിനക്ക്? അയ്യോ എന്റെ ഇല്ല. മുതുക്കാക്കോ? വാ പിന്നെന്താ വാ, ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുതരാം. കേറിയിരുന്നു. നമ്മള് കില്ലാടിയായിട്ട് വരുന്നുണ്ട്. കില്ലാടി 11:30 ആകുമ്പോ ഉറങ്ങണേ കേട്ടാ. 10:16 ആ 1 മണിക്കൂറൂടെ നിന്നിട്ട് ഉറങ്ങണേ. അമ്മ ഉറങ്ങാൻ പോയി. കേട്ട് ആ അതേ കേട്ടോ, അതേ കണ്ട്. ഇത്രയും ഞാൻ കെയറിങ് ഉള്ള ഒരു വേറെ ആരെ കിട്ടും നിങ്ങക്ക് സിറ്റിയിൽ? കണ്ട പിള്ളേരൊക്കെ എങ്ങനെ കണ്ട കുറുപ്പിനൊരു കൊച്ചിനെ ഇഷ്ടായോ? എന്താടാ കുറുപ്പിനൊരു പെങ്കൊച്ചിനെ ഇഷ്ടമാണ്. ഓ ഇന്നലെ വന്നവരെ ഇഷ്ടമായി. എനിക്ക് ഇത്രയും വർഷമായിട്ട് ഞാൻ ടി വി നിൽക്കുന്നത്. എനിക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ? നീ ഇതുവരെ തിരക്കിട്ടുണ്ടോടാ? വണ്ടി നിർത്തല്ലേ, എനിക്ക് ഭയങ്കര പേടി. എനിക്ക് ട്രോമയാണത്. മോനെ കില്ലാടി മുതുക്കത്തി നീ ഇറങ്ങിക്കോ. നല്ലൊരു പയ്യ. ഹലോ എടാ കീരി എവിടെ ഉണ്ടാ? ചന്ദ്രൻ ഞാൻ ഇവിടെ മുതുക്കിലുണ്ട്. നീ എവിടെ? പൂച്ച ഗ്യാങ് മെമ്പർ അല്ല ഇത്. പൂച്ച കൊണ്ടുപോകുന്നത് എന്ത്? ഹലോ ഞാനേ എന്റെ ഒരു അവസ്ഥ നിങ്ങൾക്ക് കാണുക നോക്കി. ഹലോ എടാ നീ ഇങ്ങോട്ട് വന്നേ. പൂച്ച സംസാരിക്കണ പൂച്ച, പൊക്ക്, ആന എന്തൊക്കെ കാണണം ഇവിടെ. യൂണിവേഴ്സ് വേറെയാണ് കേട്ടോ. നീ ഇങ്ങോട്ട് വന്നേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. വില്യമോൻ എന്റെ അടുത്ത് പറഞ്ഞ് നീ പരസ്പര ബന്ധമില്ലാതെ സിറ്റിയിൽ എന്തൊക്കെയോ സംസാരിച്ച് നടക്കണം. എന്താ കാര്യം? എപ്പാ? ഇന്നലെ ഞാൻ നേരത്തെ ഇറങ്ങി. നീ ഇന്നലെ ഒരു ബൈക്ക് എടുത്തോണ്ട് ചുമ്മാ ഒറ്റയ്ക്ക് ഓടിച്ചോണ്ട് നടന്ന് സംസാരിച്ചോണ്ട് നടക്കണമെന്ന് നാട്ടുകാർ മൊത്തം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. നിന്നെ പലയിടത്തും വെച്ച് പല ആൾക്കാരും കണ്ടെന്നാണല്ലോ എൻ്റെ അടുത്ത് പറഞ്ഞേ. ഇല്ല, ഞാൻ നേരത്തെ ഇറങ്ങി, സത്യം. നീ ഇന്നലെ ബൈക്കിൽ പോയോ? അതാണ് എന്റെ ചോദ്യം. പോയി. ഒറ്റയ്ക്ക് എവിടെ പോയത്? പ്രാവശ്യം ഉണ്ടായിരുന്നു. പൊട്ട നിനക്ക് വട്ടാ, നിനക്ക് മാനസിക അസുഖമാ. ബൈക്കില് ആ കൊക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ കൂടെ. നിന്റെ ചന്തിക്കിരുന്നത് അല്ലാതെ റാശിയൊന്നും അല്ല. ഇന്നലെ നമ്മുടെ ജീവിയിലെ പിള്ളേര് നിനക്ക് പ്രാന്തായെന്ന് പറഞ്ഞ് രാത്രി എന്നെ വിളിച്ച്. ഞാനൊരു കാര്യം പറയട്ടെ, അവനൊരു ഗുഹയുണ്ട്, ഞാൻ കാണിക്കാൻ വേണ്ടി അവളെ കൂടെ കൊണ്ടുപോയതാ. സത്യമായിട്ടും പണ്ടേ നിന്റെ സ്വഭാവമാണ് 1 പറഞ്ഞ 2 ഗുഹ കാണിക്കണത്. നിനക്ക് മതിയായില്ല ഇത്ര നാള്. എടാ അങ്ങനെ ഒരാളില്ലടാ. എടാ അങ്ങനെ ഒരാളി. എന്റെ പൊന്നെ എടാ, ഞാൻ നിന്നോടൊന്ന് പറഞ്ഞോട്ടെടാ. ഈ റാശി എന്ന് പറയുന്ന കുട്ടി 2 ദിവസം മുമ്പ് നിന്റെ കൂടെ ഉണ്ടായിരുന്നു, മനസ്സിലായ? ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നലെ നിന്റെ അച്ഛൻ ഉണ്ടായിരുന്നു നിന്റെ കൂടെ. എടാ നിന്റെ കൂടെ ഇല്ലായിരുന്നു ഇന്നലെ. ഞാൻ പറയുന്നതിലോട് നീ എന്നെ തർക്കിക്കാതെ ഞാൻ പറയുന്നതിലൊരു കാര്യത്തോടൊന്ന് ശ്രദ്ധിച്ച് കേക്ക്. റാശിയോട് നിനക്ക് എന്തോ ഒരു ഇഷ്ടമുണ്ട്. ഇഷ്ടമുണ്ട്, രണ്ടുപേർക്കും ഉണ്ട്.
അവക്കും ഉണ്ടോ? ഇഷ്ടമെന്ന് പറഞ്ഞു നിന്നെ പറഞ്ഞു. റോഡ്രക്സ് ഗെയിമിങ് താങ്ക് യു സോ മച്ച് ഹോസ്റ്റ്. എടാ ഓക്കെ, അങ്ങനെയാണ് ഇഷ്ടമുണ്ട്. ഓക്കെ, ഈ കൊച്ചിന്റെ പേരെന്തായിരുന്നു? റാഷ മാലിക് എന്നാണ് ഞാൻ റാഷ ജോസ് എന്നാണ് വിളിക്കാറ്. റാഷ ജോസ് എന്നാ? കീരിക്കാടൻ ജോസ് എന്ന് തന്നെ നിന്റെ അച്ഛന്റെ പേരല്ലേ? അപ്പൊ ജോസ് അച്ഛനെ കെട്ടിച്ചു കൊടുത്താ? ജോസ് എന്റെ പേരാ. നമ്മുടെ നാട്ടിലെ ആദ്യത്തെ പേര് ഏതാണ്? നമ്മുടെ പേര് കുടുംബ പേരാ. കുടുംബ പേരാ. കുടുംബത്തിനിടാൻ പറ്റിയ പേരാണ് കീരിക്കാടൻ. കാർഡൻസ് ഫാമിലി. സൂപ്പർ. ഞാൻ പറഞ്ഞു വന്ന കാര്യം നീ കേക്ക്. അവക്ക് 2 ദിവസം അവള് നിന്റെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾ സന്തോഷത്തോടൊക്കെ എടാ ഞാൻ ഇവിടെ തോട്ടംകരയിലുണ്ട്, മുതുക്കില് കടലങ്കര. 2 ദിവസം അവള് നിന്റെ കൂടെ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ സത്യമായിട്ടും പക്ഷെ ഇന്നലെ അവള് നിന്റെ കൂടെ ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നു. നമ്മൾ കറങ്ങാൻ പോയി ഒരുപാട് നേരം എന്റെ കൂടെ ഉണ്ടായിരുന്നു. ബാലനെ കൊണ്ടായിരുന്നു. ബാലൻ സംസാരിച്ച അവളുടെ അടുത്ത്. ഞാൻ ജസ്റ്റിസിന് വേണ്ടിട്ടാണോ ഞാൻ വന്നത്? ജസ്റ്റിസിന് വേണ്ടിയാ വന്നേ? അണ്ണാ ഇത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാ, അണ്ണ ഇന്നലെ ഉണ്ണിയില്ല അവിടെ, ഉണ്ണി ഏത് ഉണ്ണി? കണ്ണന്റെ ഉണ്ണി. അണ്ണ കണ്ണന്റെ ഉണ്ണിക്ക് വാഗ്ദാനം കൊടുത്തോ? എന്ത്? എന്തേലും വാങ്ങിച്ചു കൊടുക്കാന്ന്? പിന്നെ ഐഫോൺ. എന്താ? ഏത് പയ്യന്? സൗത്ത് അണ്ണാ അപ്പൊ ഇതിലൊരു തീരുമാനം അണ്ണ ഇപ്പൊ ഉണ്ടാക്കണം. ഇല്ല അണ്ണ അവരുടെ പറയാണ്, അണ്ണന്റെ ഒറ്റ തന്നേ ഉള്ളൂ, അണ്ണനെ മാറ്റി പറയില്ല, അണ്ണ എന്റെ തന്ന് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞാണ്. അപ്പൊ ഞാൻ പറഞ്ഞതാ ഇല്ലടാ ചിലപ്പോ വാങ്ങിച്ച ചാൻസ് കുറവാണ്, നീ കൊച്ചല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞ ഇല്ല അണ്ണ ഒറ്റ തന്നേ ഉള്ളൂ, അണ്ണ എന്തെങ്കിലും വാങ്ങിച്ചു തരുമെന്ന്. എടാ നിന്നോട് ഞാൻ മെയിൻ എക്സാം എന്നല്ലടാ പറഞ്ഞത്. ഇല്ല ഇല്ല കണ്ടോണ്ടിരിക്കുന്നത്. അതെങ്ങനെ മെയിൻ എക്സാം ആവും? ഇപ്പൊ നീ എത്രല്ല പഠിക്കണേ? അല്ല അത് മെയിൻ എക്സാം. എടാ ഞാൻ പറഞ്ഞത് ഫൈനൽ എക്സാം ആണ്. അവന്റെ ഫൈനൽ എക്സാം അല്ലേ കഴിഞ്ഞ വർഷത്തെ? 10ാം ക്ലാസ്സിലെ എക്സാം ആണ്. ജീവിതത്തിലെ വഴിത്തിരിവ് 10ാം ക്ലാസ് ആണല്ലോ. നീ എഴുതിയിട്ടില്ല, നിനക്ക് അറിയത്തില്ല ചന്ദ്ര. അതായിരിക്കും. എന്നാ ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റ് മാറ്റാൻ പോണേ. ഈ കെവിൻ നിന്റെ വീട്ടിലുള്ളിടത്തോളം കാലം അധികം മേടിച്ചിരുന്നില്ല, കാരണം അവൻ ഇരുന്ന് കളിക്കും. എന്റെ അച്ഛൻ ഇപ്പൊ വരും. നീ ഇപ്പൊ എത്രല്ല പഠിക്കുന്നേ? 8ല്. ഇപ്പൊ നിനക്ക് PSI വന്നാ നീ വഴി തെറ്റി പോടാ. 2 വർഷം കഴിഞ്ഞ് നിനക്ക് ഞാൻ വേറൊരു തരാം. ഹെവനിൽ വരാനുള്ള അൺലിമിറ്റഡ് പാസ്. നിനക്ക് എപ്പോ വേണേലും വന്ന് ഇവിടെ നിന്ന് PSI കളിക്കാം, സ്ട്രീം സൗണ്ട് ഇല്ല ഇത് പാസ് അല്ലാതെ കേറ്റൂല ഇപ്പൊ, അല്ലാതെ ആൾക്കാരെ കേറ്റൂല ഇപ്പൊ. അണ്ണാ പക്ഷെ അണ്ണ പറഞ്ഞതാണ് വാങ്ങിച്ചു കൊടുക്കുന്ന കേട്ടാ. എടാ ചന്ദ്ര ഇതാണ് അത് കുഴപ്പമില്ല അത് അവസ്ഥ മനസ്സിലാണ് എനിക്ക്. ദയവൂട്ടൊരു ചക്കി മേടിച്ചു കൊടുക്കാത്തവരാണ് പട്ടി. പക്ഷെ അണ്ണ ഒഴിക്കില്ല സൗത്ത് ഇത് നമുക്ക്. അണ്ണാ പക്ഷെ അണ്ണ ഞാൻ ഇപ്പഴും പറയണ അണ്ണാ ഉണ്ണിക്കണ്ണനെ ഐഫോൺ വാങ്ങിച്ചു കൊടുക്കല. നിന്റെ തൊണ്ടക്ക് നിന്റെ ചന്ദ്ര എന്റെയാ എന്തൊരു വൃത്തിയുടെ ശബ്ദം, ഭയങ്കര സൗണ്ട് ആയിട്ട് സംസാരിക്കും. നമുക്കൊന്നും കേൾക്കുന്നില്ല, ഭയങ്കര സപ്രഷനാ, ഭയങ്കര കൂടുതലുമാണ് സപ്രഷനുമാണ്. നീ ഉറച്ച് സംസാരിക്കും. ആണല്ലേ? എന്റെ ചെറുക്കന് അതൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. ഞാൻ അങ്ങനെ നിന്നെ പോലെ വഴി തെറ്റിച്ച് വളർത്തണ ഞാൻ ഇനി അവനെ. ഇവന്റെ സൗണ്ട് ഒക്കെ മാറിയാ പെട്ടെന്ന്. നമ്മളെ 1 വർഷം മുമ്പേ ആയിരുന്നു കണ്ട 24 ജൂലൈ. നിന്റെ ബർത്ത്ഡേ ആണോ നാളെ? അതെ 24 ജൂലൈയിലായിരുന്നു നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. ഒരു മിനിറ്റ്
ഹലോ ഇപ്പൊ സെറ്റായാ ശശികൊക്കെ എനിക്ക് സുഖം. എന്തിനാ ഇവിടെ വന്ന് ഇങ്ങനെ നിക്കുന്നേ? വെറുതെ വന്ന് നിൽക്കാൻ ടി വിയിലുള്ളതാണോ ശശികൊക്കെ? ആണോ? ആ പിന്നെ എന്തിനാ ടി വി സംസാരിക്കുമ്പോ ഇങ്ങനെ വട്ടത്തിൽ വന്നിട്ട് പാർത്തൂർണേ? അല്ല വാസണ്ണ നമ്മളെ ഈ ജീവജാലങ്ങൾ ഭൂമിയുടെ അല്ലേ ഉള്ളൂ. ആണോ? എന്നാ ആ ശശികൊക്കിനെ എടുത്ത് സാമാനത്തിനകത്തോട്ട് വെച്ചടക്ക്. മഴ തന്നെ ഇരിക്കട്ടെ. നിനക്ക് മാനസിക സുഖം, നിനക്ക് മാനസികമാണ്. നിനക്ക് എന്തോ വട്ടെന്തോ ഉണ്ട് നിനക്ക്. ശശികൊക്കെ അവിടെ നിന്നേ ഒരു കാര്യം ചോദിക്കാം. ശശികൊക്കെ ഇന്നലെ ഇവൻ നടന്നു പോണ വഴിക്ക് അല്ല ഇന്നലെ ഇവൻ ബൈക്കിൽ പോയത് ഒറ്റയ്ക്കാണോ അതോ കൂടെ ഒരു പെണ്ണുണ്ടായിരുന്നോ? പറഞ്ഞ ബ്രോ എടാ എന്റെ കൂടെ റാഷ ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ടല്ലേടാ ഞാൻ അച്ഛനും ഉണ്ടായിരുന്നു. നിങ്ങളെ കല്യാണത്തെ പറ്റി ഡിസ്കസ് ചെയ്യണമായിരുന്നു അവര്. ബ്രോ ഓടിച്ചോ? ഇന്നലെ കുറിയൊക്കെ അടിച്ചു നമ്മള്. റാഷിക്ക് അച്ഛനില്ലല്ലേ? ബ്രോ എടുത്തോ? അച്ഛനെ ഓടിക്കാലോ. എടാ കീരി ഒന്ന് വന്നടാ. ഞാൻ ഒന്ന് പ്രൈവറ്റ് ആയിട്ട് സംസാരിച്ചിട്ട് വരാം. ഒന്ന് വന്നോ പ്ലീസ്. എടാ ചന്ദ്ര, ഇവൻ എന്തോ പറ്റിയടാ ഇവന്? അല്ല നീ ചന്ദ്ര നീ ഇവനെ ലാസ്റ്റ് അല്ല ഇവൻ ഇപ്പൊ ഈ ആക്റ്റീവ് ആവുന്നതല്ല, അത് ലാസ്റ്റ് കണ്ടതെന്നാ? ലാസ്റ്റ് 2 വർഷം മുന്നേ. 2 വർഷം മുന്നേ. അത് ഇപ്പൊ ഇവൻ ഒരു ദിവസം സിറ്റിയിൽ എത്ര നേരമാണ് നിക്കുന്നതെന്ന് അറിയാവോ? ഉണ്ടാവുന്നാണ് ഞാൻ അറിഞ്ഞത്. ഇന്ന് രാവിലെയാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ ഇതാരാടാ? എന്റെ സഹോദരൻ എന്താ വേണ്ടേ? ഹലോ കൊടുക്കടാ ചന്ദ്ര ഒന്ന്. അങ്ങനെ ഞാൻ പറയാം. ഇവന് സിറ്റിയിൽ ഒരു പെണ്ണുമായിട്ട് ഇവനിപ്പോ റിലേഷൻഷിപ്പ് ആവാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. റാഷ 2 ദിവസമായിട്ട് ഇവന്റെ കൂടെ ഉണ്ടായിരുന്ന ആ കൊച്ച് ഇന്നലെ ആ കൊച്ച് സിറ്റിയിലേ വന്നിട്ടില്ല. സിറ്റി വന്നിട്ടില്ല. വന്നിട്ട് എന്നെ മെസ്സേജ് വിളിച്ചു. ഞാൻ സംസാരിച്ചു. നമ്മൾ കൊറേ സ്ഥലങ്ങൾ പോവുകയും ചെയ്തു. കണ്ട് സംസാരിച്ചതാ. പോയത് വാസവൻ തോന്നിയതായിരിക്കും. വാസവനെ കണ്ടു. ഈ പറഞ്ഞു തരണമാർക്കൊക്കെ അസൂയ. സത്യം പറഞ്ഞ അറിയില്ല ഗ്യാങ്ങിൽ ബാക്കി ആർക്കും പെണ്ണില്ല. അസൂയല്ല, അതല്ല അസൂയയുടെ അല്ല. കൂട്ടത്തിൽ ഒരുത്തം വട്ടായിട്ടെ ഊമ്പിത്തരം കാണിക്കുമ്പോ അന്ന് അറ്റ്ലീസ്റ്റ് ലീഡറിനെ ഇൻഫോം ചെയ്യണ്ടേടാ. അതിന്റെ ഒരു ബേസിക് റെസ്പോൺസിബിലിറ്റി ആണ് അവന്മാര് കാണിച്ചത്. ഒരു ഗേൾഫ്രണ്ടിന്റെ കൂടെ പോണെയാണ് ഈ പറഞ്ഞത്. ഇപ്പൊ അണ്ണ കൊടുത്താൽ ഞാൻ കാര്യം ചോദിക്കട്ടെ. എപ്പെടുന്ന ഒരാളുടെ കൂടെ പൊക്കൂടെ? പോരാ. അണ്ണനിപ്പം ബ്രേക്കപ്പ് ഫീൽ ചെയ്യാണ് എന്ന് പറയുമ്പോ എടാ എന്താ വേണം നിനക്ക്? എന്നെ വേണം നിനക്ക്? മുതുക്കില് 700 പറയടാ. അണ്ണനിപ്പം ബ്രേക്കപ്പ് ഫീൽ ചെയ്യാണ് എന്ന് പറഞ്ഞോ? അതായത് പെണ്ണ് പോയില്ലേ അണ്ണനെ? ചന്ദ്ര അല്ലടാ, അവന് ശരിക്കും വട്ടാടാ അവന്. ഇല്ലല്ല ഇത് അണ്ണൻ ഒരു കൗൺസിലിങ്ങിനെ നമ്മള് ഏർപ്പെടാക്കണോ? എന്നെ അല്ലടാ അവനെ കൊണ്ടുപോടാ കൗൺസിലിങ്ങിന്. എനിക്ക് പ്രശ്നമൊന്നും ഇല്ല ചന്ദ്ര. അപ്പൊ അവനാണ് പ്രശ്നം എന്നാ പറയണേ? പിന്നെ അങ്ങനെ എടാ വില്ലുമോനുണ്ടോ ഇവിടെ? വില്ലുമോനില്ല. ഇതാരാ? അപ്പാവനാണോ? എടാ ചന്ദ്ര അവനാണ് കൗൺസിലിംഗ് വേണ്ടത്, അല്ലാതെ എനിക്കല്ല. നീ അവനൊന്ന് ഉപദേശിച്ച് വിളിച്ചിട്ട് എടാ ഈ കൊക്കിനെ എന്റെ മുമ്പിൽ നിന്ന് ഒന്ന് കൊണ്ടുപോടാ. എടാ പ്ലീസ്. നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വറക്കും ഇതിനെ ഒരു ദിവസം. ഇതിനെ സിറ്റി കണ്ടില്ലെങ്കിൽ ഞാൻ തിന്നുന്നാണ് അർത്ഥം. ഇതിനെ സിറ്റി കണ്ടില്ലെങ്കിൽ ഞാൻ തിന്നാണ് അർത്ഥം. മനസ്സിലായില്ലേ? അവരൊക്കെ ഭയങ്കരമായിട്ട് ചിലപ്പോ നമ്മുടെ ഇപ്പം പെട്ടെന്ന് വെച്ചെല്ലാം പോയാലേ നമുക്കത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ആവും ചിലപ്പോ. മനസ്സിലായില്ലേ? അപ്പൊ അല്ല ചിലപ്പോ പോവാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് മാറിക്കടാ. വാ ഇങ്ങോട്ട് മാറിക്ക്. വാ 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 വാ